ആടിൻ്റെ കക്കും കരളുമാണ്. പിന്നെ നമ്മൾ ജീരകം അരച്ച് ഒരു ഔഷധം പോലെയാണ് വെക്കുന്നത്. നന്നായിട്ട് കഴുകിയ ശേഷമുള്ള വീഡിയോ ആണിത്. ആടിൻ്റെ കക്കും കരളും ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണ്. മെയിനായിട്ട് ഇത് പ്രസവിച്ച പെണ്ണുങ്ങളും DNC ചെയ്ത ആളുകളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ജീരകം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചെറിയുള്ളി, വെളുത്തുള്ളി. കഴുകി വെച്ച ആടിൻ്റെ കക്കും കരളും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമേ ആക്കാൻ പാടുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ച് ശേഷം കുറച്ച് വെള്ളം മാത്രം കുടഞ്ഞിട്ട് കുക്കർ അടയ്ക്കുക. അതിനുശേഷം ഗ്യാസിലേക്ക് വെക്കുക. കുക്കർ വെച്ച് ഹൈ ഫ്ലെയിമിൽ വേണം. 4 വിസിലാവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കുക. ഈ സമയം വറവിലേക്ക് ആവശ്യമായ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും തയ്യാറാക്കി വയ്ക്കാം. 4 വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓപ്പണാക്കി നമ്മളതിൽ വെള്ളമുണ്ടോ എന്നൊക്കെ നോക്കുക. കുക്കറിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് വറവിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മൂപ്പിച്ചെടുക്കുക. ഉള്ളി മൂത്തതിന് ശേഷം കുക്കറിൽ നിന്ന് ആടിൻ്റെ ലിവർ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വറ്റിച്ചെടുക്കുക. ആവശ്യമെങ്കിൽ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. സ്വാദിഷ്ടമായ ആടിൻ്റെ കക്കും കരളും റെഡിയായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ലൈക്കും ചെയ്യണേ.